ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ധനുഷ് ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ജ്യൂസുമായി എത്തിയിരിക്കുകയാണ് സ്നേഹ. കളിയിൽ ചില കാര്യങ്ങളൊക്കെ ധനുഷ് സ്നേഹയ്ക്ക് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം നിൽക്കുകയാണ് സ്നേഹയും. എന്നിട്ട് സ്നേഹ പറയുന്നു, എനിക്ക് ഈ കളി കാണുന്നത് തന്നെ കലിയാണ്, അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി എന്നൊക്കെ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്, അതാണ് രാജ്ഞിക്ക് പോലും അറിയില്ല രാജാവിൻ്റെ കുതന്ത്രം എന്താണെന്ന്. സ്നേഹ പറയുന്നു, അപ്പോൾ രാജ്ഞി വെറും മണ്ടിയാണ് അല്ലേ എന്ന്, ചതി വരുന്ന വഴി അറിയില്ല എന്ന്. ഓക്കെ, അങ്ങനെ ബുദ്ധിയില്ലെന്ന് പറയാൻ സാധിക്കില്ല, പക്ഷേ സ്നേഹമുണ്ട്. താമസിയാതെ രാജാവ് അകത്ത് കയറുമെന്ന് ധനുഷ് പറയുന്നു. അത് ഭാഗ്യം പോലെ ഇരിക്കുമെന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു, അതുകൊണ്ടാണല്ലോ ഇവിടം വരെ എത്തിയത് എന്ന്. ആരെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ മനസ്സിലാകാത്ത രീതിയിൽ ധനുഷ് പറയുന്നു, അല്ല ഈ രാജാവേ ചെസ്സിലെ എന്നൊക്കെ പറയുന്നുണ്ട്. ചെസ്സിലെ കാര്യം അവിടെ നിൽക്കട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്, ഓ പറഞ്ഞോളൂ, എൻ്റെ മഹാറാണിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം. എനിക്ക് മടുത്തോ ഈ ഔട്ട് ഹൗസിലെ താമസം, അല്ലാതെ എന്താ? എന്തൊരവസ്ഥയത്? ഞാൻ അച്ഛൻ്റെ സ്വന്തം മകളല്ലേ? ജോലിക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഔട്ട് ഹൗസ്. എന്നിട്ട് എന്നെ എല്ലാവരും കൂടി ഇതിനകത്തേക്ക് തള്ളി. എന്നെ സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു, തനിക്ക് എപ്പോൾ വേണമെങ്കിലും നെല്ലിശ്ശേരി വീട്ടിലേക്ക് ചെന്ന് കയറാമല്ലോ, എനിക്കല്ലേ ഉള്ളൂ വിലക്ക്? അതാണ് പ്രശ്നം. സ്വന്തം ഭർത്താവിന് അംഗീകാരമില്ലാത്ത വീട്ടിൽ ഭാര്യ താമസിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. ധനുഷ്, നമുക്ക് ഈ വീട്ടിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറി താമസിക്കാം. അപ്പോൾ ഇവിടെയുള്ള ആരുടെയും മുഖം കാണണ്ടല്ലോ, നമ്മൾ രണ്ടുപേരും മാത്രമുള്ള നമ്മുടെ കൊച്ചു വീട്ടിലേക്ക്. ധനുഷ് പറയുന്നു, നീ പറഞ്ഞത് ശരിയാണ്, ഭർത്താവിനോട് സ്നേഹമുള്ള ഏത് ഭാര്യയും ഇങ്ങനെയാണ് പറയാറ്. പക്ഷേ നമുക്ക് ഇവിടെ മറ്റൊരാളെ മാത്രം നോക്കിയാൽ പോരല്ലോ, നിന്റെ അച്ഛൻ്റെ കാര്യം ഓർക്കണ്ടേ? വയ്യാതിരിക്കുന്ന ഈ സമയത്ത് അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ അച്ഛൻ നമ്മളിവിടേക്ക് തിരിച്ചു വിളിച്ചത് എന്ന് പറയുമ്പോൾ സ്നേഹ പറയുന്നു, അച്ഛൻ്റെ സ്നേഹം എനിക്കറിയാം, പക്ഷേ നന്ദേട്ടനും സച്ചിയേട്ടനും സന്ദീപേട്ടനും എന്നോടൊന്നും മിണ്ടുന്നത് പോലുമില്ല. എന്നെ കാണുമ്പോൾ മുഖം മാറ്റി നടക്കുകയാണ്. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് മാറി താമസിക്കാമെന്ന്. എത്രയും പെട്ടെന്ന് നമുക്കൊരു വീട് കണ്ടെത്താം എന്നൊക്കെ സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു, ഓക്കെ ശരിയാണ്, സമ്മതിച്ചു, നമുക്ക് നോക്കാം, കുറച്ചും കൂടി കഴിയട്ടെ. തൽക്കാലം വയ്യാത്ത നിന്റെ അച്ഛനെ വിട്ടിട്ട് വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല. നീ ഇറങ്ങി പോകുന്നത് കാരണം നിന്റെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിനക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തൽക്കാലം നമുക്കിത് മറക്കാം. സ്നേഹ പറയുന്നുണ്ട്, ധനുഷ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. എന്നോടുള്ള സ്നേഹം കൊണ്ട് ഒന്നും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് ഓർക്കപ്പെടാൻ എനിക്ക് കൂടുതൽ സങ്കടം. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. എന്നിട്ട് നമുക്ക് മാറി താമസിക്കാം, അതിന് ഒരു തടസ്സവുമില്ല. നിന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്നും സ്നേഹ പറയുന്നുണ്ട്. ഈ സമയം ധനുഷിനൊരു കോള് വരുന്നു. ധനുഷിന് ഹാപ്പിയുള്ളൊരു ന്യൂസ് തന്നെയാണിത്. നിന്റെ അർച്ചനടുത്തിയുടെ കുഞ്ഞിനെ പോലീസുകാർ കൊണ്ടുപോയെന്ന് ധനുഷ് സന്തോഷത്തോടെ പറയുന്നു. ഇനി ആ കുഞ്ഞ് വളരുന്നത് ഏതെങ്കിലും ഓർഫനേജിലായിരിക്കും. പാവ അർച്ചന എല്ലാ പ്രതീക്ഷകളും തകർന്ന് തരിപ്പണമായി ഇവിടേക്ക് വരുന്നുണ്ടെന്ന് സ്നേഹ സന്തോഷത്തോടെ പറയുന്നു. അത് നന്നായി, അല്ലെങ്കിൽ തന്നെ അതെങ്ങനെയാ അർച്ചനയെടുത്തിയുടെ കുഞ്ഞാവുന്നത്? അത് ശിവരാമന്റെ കുഞ്ഞല്ലേ? അതിനെ എടുത്ത് വളർത്താൻ അർച്ചനയെടുത്തിയോട് ആരെങ്കിലും പറഞ്ഞോ? ചെന്നൈയിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തിയാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാകുമെന്നല്ലേ ഡോക്ടർ സന്ധ്യ പറഞ്ഞത്? പ്രസവിച്ച് വളർത്തുന്ന കുട്ടികളോളം വരില്ലല്ലോ എടുത്ത് വളർത്തുന്നത്. ഇത് കേട്ട് ധനുഷ് പറയുന്നു, ഈ വീട്ടിൽ പ്രത്യേക പ്രിവിലേജുള്ള ഒരേ ഒരു വ്യക്തി നിന്റെ ഏടത്തിയാണല്ലോ എന്ന്. അതെ, അർച്ചനയോട്ടത്തിയോടുള്ള അച്ഛൻ്റെ സ്നേഹ കൂടുതൽ കൊണ്ട് തന്നെയാണ് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത്. അത് സ്വത്തുക്കൾ എന്ന് എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായേനെ? ഞാനെന്ന് എതിർത്തത് കൊണ്ട് അത് നടന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയില്ലേ എന്നൊക്കെ സ്നേഹ പറയുന്നുണ്ട്. ഇതേ സമയം പുറത്തൊരു ഹോണടി കേൾക്കുന്നു. വന്നെന്ന് തോന്നുന്നു എന്ന് സ്നേഹ പുച്ഛത്തോടെയും കളിയാക്കലോടെയും പറയുന്നുണ്ട്. അർച്ചനയോട് വീടെത്തിയെന്ന് പറയുകയാണ് സച്ചി. അർച്ചന ആകെ ഷോക്കിലിരിക്കുകയാണ്. ഔട്ട് ഹൗസിൽ നിന്നും സ്നേഹ അവരെ നോക്കുന്നുണ്ടായിരുന്നു. വീട് എത്തിയിട്ട് പോലും ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിൽ തന്നെയാണ് അർച്ചനയുള്ളത്. ആരോടും ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കുന്നുണ്ട്. വായെന്ന് സച്ചി അർച്ചനയോട് പറയുന്നു. ഡോറ് തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അർച്ചനയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറക്കുന്നു. താൻ ഇങ്ങനെ വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർച്ചനയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് സച്ചി അകത്തേക്ക്. സേതു പുറത്തേക്ക് വന്നു. കുഞ്ഞിനെ അവർ കൊണ്ടുപോയച്ചാ എന്ന് സച്ചി പറയുമ്പോൾ സേതു പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോവുകയാണ് അർച്ചന. എന്തായാലും ഇത്രയും ദിവസം അർച്ചന വളർത്തിയതല്ലേ അച്ഛാ, ആ സങ്കടം അവൾ എങ്ങനെ സഹിക്കുമെന്ന് പറയുന്നു. സഹിച്ചേ പറ്റൂ, നീ വേണം അവളുടെ കൂടെ നിന്ന് അവൾക്ക് ധൈര്യം കൊടുക്കാൻ. അകത്തേക്ക് ചെല്ല്, നീ അവളുടെ കൂടെ തന്നെ ഉണ്ടാകണമെന്നും സേതു സച്ചിയോട് പറയുന്നുണ്ട്. സച്ചി അകത്തേക്ക് പോകുന്നു. സ്നേഹം നിൽക്കുന്നത് സേതു കാണുന്നുണ്ടായിരുന്നു.
അർച്ചന അകത്തേക്ക് കരഞ്ഞുകൊണ്ട് വരുമ്പോൾ അവന്തിക അർച്ചനയോട് കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഹലോ, എവിടെ നിന്റെ പുന്നാര കുഞ്ഞ്? പോലീസുകാര് അതിനെ എങ്ങോട്ടാ കൊണ്ടുപോയത്? അനാഥാലയത്തിലേക്കാണോ? അതോ ഇനി അതിനെ വേറെ ആർക്കെങ്കിലും കൊടുത്തോ? നീ അതിനെ മോഷ്ടിച്ച് കൊണ്ടുവന്നതാണെന്ന് അവർക്ക് മനസ്സിലായി കാണും. നീ ഇങ്ങനെ കണ്ണുമിഴിച്ച് നോൾക്കണ്ട. നിനക്ക് ഈ ജന്മത്തിലൊരു കുഞ്ഞിനെ വളർത്താനുള്ള ഭാഗ്യമില്ല. പ്രസവിച്ച് വളർത്താനുള്ള ഭാഗ്യം നേരത്തെ ദൈവം തന്നില്ല. എവിടുന്നോ കൊണ്ടുവന്ന ആ ഡ്രൈവറിന്റെ മോളെ പോലീസുകാർ കൊണ്ടുപോവുകയും ചെയ്തു. നിന്റെ ഒരു വിധി. വല്ലാത്തൊരു ജന്മമാണ് നിന്റേത്. കഷ്ടം തന്നെ എന്നൊക്കെ അവന്തിക പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് അർച്ചന അകത്തേക്ക് പോകാൻ തുടങ്ങുന്നു. അവന്തിക വീണ്ടും പറയുന്നുണ്ട്, നിക്ക് അങ്ങനെ അങ്ങ് പോയാലോ? നീ ഒരു പാഴ്മരവടി. വെറുതെ ഇങ്ങനെ വളർന്നു നിൽക്കും. പൂക്കുകയുമില്ല, കായ്ക്കുകയുമില്ല. ആർക്കും ഒരു പ്രയോജനവുമില്ലാത്ത വെറും വേസ്റ്റ്. വെട്ടിമുറിച്ച് വിറകായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. നെല്ലിശ്ശേരിയിലെ അടുക്കളയിൽ എരിഞ്ഞ് തീരും നിന്റെ ഈ ജന്മം എന്നൊക്കെ പറയുമ്പോൾ സച്ചി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ എന്ന്. എല്ലാം കേട്ടുകൊണ്ടാണ് സച്ചി അവിടേക്ക് വന്നത്. ഇവളൊരു പാവമാണെന്ന് കരുതി ഇങ്ങനെ പരിഹസിക്കരുത് എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നു, ഞാനാരെയും പരിഹസിച്ചിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അത് പരിഹാസമാകും. ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നത് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പാഴ്മരം അല്ല അർച്ചന, എൻ്റെ ഭാര്യയാണ് എന്ന് സച്ചി പറയുമ്പോൾ അവന്തിക പറയുന്നു, അതുകൊണ്ടെന്താ എനിക്ക് സത്യം പറഞ്ഞൂടെ? ഇനി മുള്ളും മുനയും അത് എനിക്ക് മാത്രമല്ലല്ലോ, ഇവളുടെ വാക്കിൽ നിന്നും ഞാൻ അത് ഒരുപാട് അനുഭവിച്ചത് തന്നെയാണ്. എൻ്റെയും മനസ്സ് മുറിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നു, അപ്പോൾ എടുത്തി പ്രതികാരം തീർക്കുകയാണോ എന്ന്? എനിക്കൊരു പ്രതികാരമില്ല. ഇവളുടെ മുഖം കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് ഇവളോട് സഹതാപം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും നാണമില്ലായിരുന്നോ ആ ഡ്രൈവറിന്റെ മകളെ കൊണ്ടുവന്ന് സ്വന്തം മകളായിട്ട് വളർത്താൻ? എന്തൊരു നാണക്കേടായിരുന്നു. എന്തായാലും അത് തീർന്നു കിട്ടിയെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നു, ഇങ്ങനെ തീർന്നെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾക്ക് പൂർണ്ണമായും കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്നേ ഒരു ഡോക്ടറും ഇതുവരെ പറഞ്ഞിട്ടില്ല. ചെന്നൈയിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തിയാൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുവരെ നടത്തിയ ട്രീറ്റ്മെന്റിൽ അർച്ചനയ്ക്ക് ഫലം കണ്ടു തുടങ്ങിയതാണ്. പിന്നെ അന്നത്തെ ആ സംഭവത്തോടെ ചെന്നൈയിലേക്ക് പോകുന്നത് തൽക്കാലം ഞങ്ങൾ നിർത്തിവെച്ചു എന്നേ ഉള്ളൂ. എന്ന് കരുതി ചെന്നൈ പോയി ഒരിക്കലും ട്രീറ്റ്മെന്റ് നടത്തില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. അർച്ചന സമ്മതിച്ചാൽ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ചെന്നൈയിലേക്ക് പോവുകയും ട്രീറ്റ്മെന്റ് നടത്തുകയും ചെയ്യും. പിന്നെ ഈ കുഞ്ഞിന്റെ കാര്യം, ഞങ്ങൾ ആ കുഞ്ഞിനെ ഒഫീഷ്യലായി ദത്തെടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ശരിയാണ്, അത് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് തന്നെയാണ്. പക്ഷേ അത് തിരുത്താവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് തിരുത്തുന്നത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു, ആ കുഞ്ഞിനെ തന്നെ ഞങ്ങൾ നിയമപരമായി ദത്തെടുക്കും. ആ കുഞ്ഞിനെ ഞങ്ങൾ ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരികയും ചെയ്യും എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയുമായി അകത്തേക്ക് പോകുന്നു. അവന്തികയുടെ മുന്നിൽ വാതിലടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അവന്തിക ഇത് കേൾക്കുമ്പോൾ ടെൻഷനാകുന്നു. അത് ശരി, അപ്പോൾ അതാണ് മനസ്സിലെ ഉദ്ദേശം, നിയമപരമായി ദത്തെടുക്കൽ. അത് ഞാൻ ശരിയാക്കി തരാം. ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി തരാം എന്നും അവന്തിക ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട്. ഒരു ഫാമിലിയോട് പറയുന്നുണ്ട്, ഒരു കുഞ്ഞിനെ ദത്തെടുക്കണം, വളർത്താനല്ല കൊല്ലാനാണ്. ഓർഫനേജിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അങ്ങോട്ടേക്ക് അയക്കാമെന്നും അവന്തിക പറയുന്നു. അങ്ങനെ ഇപ്പോൾ ആ കുഞ്ഞിനെ ദത്തെടുത്ത് അവളെ നെല്ലിശ്ശേരി വീട്ടിൽ വളർത്തണ്ട എന്നും ഇനി ആ കുഞ്ഞിനെ ആരും ജീവനോടെ കാണാനും പോകുന്നില്ല എന്നും അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സന്തോഷത്തോടെ. തുടർന്ന് കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ വളരെ സങ്കടത്തോടെ എടുത്തു വെച്ച് നോക്കുകയാണ് അർച്ചന. ആ കളിപ്പാട്ടങ്ങളൊക്കെ ചേർത്ത് വെച്ച് അതിൽ നോക്കി ഇങ്ങനെ അർച്ചന കരയുമ്പോൾ സച്ചി വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് അർച്ചനയെ. തന്നോട് വിഷമിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് ദിവസം അവൾ നമ്മുടെ മകളായിരുന്നു. അവളുടെ കളിയും ചിരിയും ഒക്കെ ഇവിടെ നിറഞ്ഞു നിന്നതുമാണ്. ഒന്നും അത്ര പെട്ടെന്ന് മറക്കാൻ തനിക്ക് കഴിയില്ലെന്നറിയാം. പക്ഷേ സത്യം തിരിച്ചറിഞ്ഞേ പറ്റൂ. അവളെ നമ്മൾ തേടിപ്പോയി. ഇതൊക്കെ കിടക്കുന്നത് കാണുമ്പോഴാണ് നിനക്ക് സഹിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞ് ആ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്തു മാറ്റാൻ സച്ചി ശ്രമിക്കുന്നു. സച്ചിയേട്ടൻ നേരത്തെ പറഞ്ഞത് സത്യമാണോ എന്ന് അർച്ചന സച്ചിയോട് ചോദിക്കുന്നു. എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുന്നു. നിയമപരമായി അവളെ ദത്തെടുക്കാൻ നമുക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നു. അർച്ചന, ഞാനതെങ്ങനെ ഉറപ്പ് പറയും? ആ കുഞ്ഞിനെ അവകാശമുള്ളതല്ലേ? ശിവരാമൻ എപ്പോഴും എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. അർച്ചന, എനിക്ക് തന്നെ ഇങ്ങനെ കാണാൻ സാധിക്കില്ല. ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. തനിക്കൊരു അമ്മയാകാൻ കഴിയും. ഡോക്ടർ സന്ധ്യ പറഞ്ഞത് താൻ മറന്നുപോയെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു, എനിക്കതൊന്നും കേൾക്കണ്ട. എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു വേണം. അവളെ അങ്ങനെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല. സച്ചേട്ടൻ പറഞ്ഞത് സത്യമാണ്. കുറച്ച് ദിവസം അവൾ ഈ മുറിയിൽ ഉണ്ടായിരുന്നു. ഞാൻ അവളെ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളൂ. അവളെ ഞാൻ സ്വന്തം മകളായിട്ടല്ലേ കരുതിയത്. പിന്നെ എങ്ങനെയാണ്? എനിക്ക് കഴിയില്ല എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. മറക്കണം, മറന്നേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ സച്ചി അർച്ചനയോട് പറയുന്നു. കരഞ്ഞു തളർന്ന് അവിടെ ഇരിക്കുകയാണ് അർച്ചന. കുഞ്ഞുമായുള്ള സന്ദർഭങ്ങളെല്ലാം ഇപ്പോൾ അർച്ചന ഓർക്കുന്നു. സച്ചി കുഞ്ഞുമായി മുന്നിൽ വരുന്നത് അർച്ചന ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്. തുടർന്ന്
ആതിരയുടെ കുഞ്ഞുമായി സച്ചി അർച്ചനയുടെ മുന്നിലേക്ക് വരുന്നു. ആതിരയും അവിടേക്ക് വരുന്നുണ്ട്. സങ്കടത്തോടെ അർച്ചന സച്ചിയെ നോക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.